The Inevitable Creators ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, തിരുവനന്തപുരം കേശവദാസപുരത്തുള്ള പറോട്ട ഹട്ടിൽ നിന്നുള്ള ഒരു കോംബോ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഫുഡ് എന്നൊക്കെ പറയാൻ നിങ്ങൾ വിചാരിക്കും എന്ത് വെറൈറ്റി ആണെന്ന്. വെറൈറ്റി ഒന്നുമില്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പറോട്ട തന്നെയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് 66 രൂപയ്ക്ക് 3 പൊറോട്ടയും ഒരു മുട്ട റോസ്റ്റും കിട്ടിയാൽ തരക്കേടില്ലല്ലേ നമുക്ക്. അതെ, നമുക്ക് ഒരു നേരം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വൈകുന്നേരമായിരിക്കും കൂടുതൽ എല്ലാവരും പൊറോട്ട കഴിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കേട്ടോ, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ഒരു ഈവനിങ് നമുക്ക് കഴിക്കാൻ പറ്റിയ, ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ 3 പൊറോട്ടയും ഒരു മുട്ട റോസ്റ്റുമാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി തീർച്ചയായിട്ടുമാണ്. 66 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുന്ന വളരെ നല്ല കാര്യമാണ്. അപ്പം ഇത്തവണ ഇതിന് 2 ഇതാണ് വന്നേക്കുന്നത്, ഒരു പേരാണ് കേട്ടോ വന്നേക്കുന്നത്. അതായത് 6 പൊറോട്ടയും 2 മുട്ട റോസ്റ്റ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റ്, ഇതിൻ്റെ സ്ട്രക്ചറ്, പൊറോട്ടയുടെ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പൊറോട്ടയൊക്കെ നമുക്കറിയാമല്ലോ, എല്ലായിടും കിട്ടുന്ന സാധനം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇത്രയും ഒരു കുറഞ്ഞ റേറ്റിന് 66 റുപ്പീസിന് പൊറോട്ടയും എഗ് റോസ്റ്റും കൂടെ കിട്ടുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ലാഭമാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാശിന് ക്വാണ്ടിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ 6 പൊറോട്ടയും 2 മുട്ട റോസ്റ്റുമാണ് ഇതിലുള്ളത്. നമുക്കിതൊന്ന് പ്ലേറ്റിലിട്ടിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ 6 പൊറോട്ട ഉണ്ട്. ഞാനിപ്പോൾ 3 പുറത്തെടുക്കാം. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അതിൻ്റെ 3 പൊറോട്ടയും മുട്ട റോസ്റ്റും കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 6 മുട്ട വേണ്ടല്ലോ, നമ്മളൊരു പേരിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഫോയിൽ പേപ്പറിൽ നല്ല ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 1 ഹവറെങ്കിലും ആവും, പക്ഷെ നല്ല ചൂടാണ്. നമുക്ക് 3 പൊറോട്ട, നമ്മളിപ്പോൾ ഒരു പേരാണ് വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് 3 പൊറോട്ട ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊറോട്ടയും എഗ് റോസ്റ്റിൻ്റെ അളവ് നോക്കാം. ഇതാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ, നമുക്ക് കൈയോട് തൊടാൻ പറ്റുന്നില്ല. ഇത്രയും നേരമായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് ചൂട് നല്ല പോലെ ഉണ്ട്. അപ്പം ഇതാണ് പൊറോട്ടയുടെ സൈസ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സൈസാണ്. നമുക്ക് 3 കഴിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും വയറ് നിറയും. എനിക്കൊക്കെ ആണെങ്കിലും 1 കഴിക്കുമ്പോൾ, എനിക്ക് പൊറോട്ട അത്ര വലിയ ഇഷ്ടമല്ലാത്തൊരാളാണ്. ഇഷ്ടമല്ല മീൻസ് 1 കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് നിറയും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. 2 ഞാൻ കഴിക്കുന്ന അപൂർവമാണ്. എനിക്കിഷ്ടമാണ്, വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ്. ഇതുപോലെ ഇടയ്ക്കൊക്കെ മാറി കഴിക്കുമ്പം ഇഷ്ടമാണ്. അപ്പം ഇതാണ് ഒരു പൊറോട്ടയുടെ സൈസ്. നല്ല ചൂട് പൊറോട്ട. ഇനി നമുക്ക് അതുപോലെ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് 2 ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പേരാണ് വാങ്ങിയത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നോക്കാം. ഈ 3 കഴിക്കാനുള്ള ക്വാണ്ടിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ 66 രൂപ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു മുട്ട ആയിരിക്കും കേട്ടോ കാണുന്നത്. നല്ല ചൂടാണ്. നമുക്കിതിലോട്ടൊന്ന് തട്ടിയിട്ട് നോക്കാം. നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. മണം കേട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നല്ല നമ്മുടെ ചില്ലി ചിക്കനൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യത്തില്ലേ, ചില്ലി ചിക്കൻ്റെ മസാലയുടെ കളറുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ്റെ ഒരു കാഴ്ചയിലും ചില്ലി ചിക്കൻ കണക്കുണ്ട്, ആ ഒരു സ്മെല്ലും ഉണ്ട് കേട്ടോ ചില്ലി ചിക്കൻ്റെ. ഇനി നമുക്ക് നമ്മുടെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേശവദാസപുരത്തുള്ള പറോട്ട ഹട്ടിൽ നിന്നുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പൊറോട്ടയും എഗ് റോസ്റ്റും 66 റുപ്പീസില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് ഗ്രേവി എടുക്കത്തുള്ളൂ. ഞാൻ പൊതുവെ ഗ്രേവി കുറച്ച് കുറവാണ് കഴിക്കുന്നത്, എനിക്ക് ഒരുപാട് ഗ്രേവി ഇഷ്ടമല്ല. അപ്പം ഗ്രേവിയെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗ്രേവി. എനിക്ക് തോന്നുന്നു ഒരു 4-5 പൊറോട്ട കഴിക്കാൻ പറ്റുന്ന ഗ്രേവി ഉണ്ട്, അത്രയ്ക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കിന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്മെല്ല് മാത്രമല്ല, ചില്ലി ചിക്കൻ്റെ എവിടെയോ ഒരു ടേസ്റ്റ്. നമ്മൾ അത് കഴിക്കുമ്പോൾ ഒരു സോസിൻ്റെ ചെറിയ പുളിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സോസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ആ മസാല കൂട്ടായിരിക്കും ചിലപ്പോൾ ഇതിലും ചെയ്തിരിക്കുന്ന കാര്യം. കളറും ഏകദേശം സെയിമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ട ഹട്ടിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പൊറോട്ടയും എഗ് റോസ്റ്റിനെയും കുറിച്ചുള്ള വിശേഷങ്ങൾ. എങ്ങനെയായാലും ഞാനിതിന് നല്ല രീതിയിലുള്ള റേറ്റിംഗ് കൊടുക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ 66 രൂപയ്ക്ക് ആ പൈസയ്ക്കുള്ളൂ. 100 രൂപയ്ക്കകത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫുഡ് കഴിക്കണം. വയറ് നിറച്ച് പൊറോട്ടയൊക്കെ അറിയാമല്ലോ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്താൽ മതി, കുറേ നേരത്തേക്ക് വിശക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ചെറിയ എമൗണ്ടൊക്കെ കയ്യിലുള്ളവർക്ക് ഒരു ഈവനിങ് പെട്ടെന്ന് കഴിക്കണമെന്നൊക്കെ തോന്നിയാൽ തീർച്ചയായിട്ടും നമുക്ക് കേശവദാസപുരത്തുള്ള പൊറോട്ട ഹട്ടിൽ നിന്നുള്ള ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് നമുക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. ഇതുപോലെ ഒരുപാട് കോമ്പോസൊക്കെ ഉണ്ട്. ഞാനിപ്പം ഒരു അഫോർഡബിൾ റേറ്റിലൊരു ഫുഡ് എടുത്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതേപോലെ ഇതിനേക്കാളും നല്ല ഫുഡ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നല്ല കോമ്പോസ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോമ്പോസ് കിട്ടും. തീർച്ചയായിട്ടും പറ്റുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.